മിലോ. മിലോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷികളാണ്. മിലോ എൻ്റെ മകൻ്റെ കൂട്ടി വളർത്തുന്നതാണ്. പക്ഷേ അയാളിവിടെ ഇല്ല, സ്കോട്ട്ലൻഡിലാണ്. 9 വയസ്സുള്ള അവൻ്റെ കൂട്ടുകാരനായിട്ടാണ് ഇതിനെ കാണുന്നത്. മിലോയ്ക്ക് പക്ഷികളോടുള്ള സ്നേഹം കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ നോക്കിയിരുന്നാൽ മതി. രാവിലെ എഴുന്നേറ്റ് ഒട്ടപ്പാവലും മുകളിലെ റൂമുകളിലും ഒക്കെ പോയി അയാൾ നോക്കും. ഒരിടത്തും കാണുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലേക്കായിരിക്കും പിന്നത്തെ യാത്ര. അവിടെ എവിടെയെങ്കിലും അണ്ണാനോ കിളികളോ വണ്ണാത്തിപ്പുള്ളോ മറ്റ് പക്ഷികളോ ഏതെങ്കിലും ഉണ്ടായിരിക്കും. പച്ചിലക്കുടുക്കയും ഇരട്ടവാലിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണ്. അവരൊക്കെ എവിടെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ടറിയാം. അതവിടെ ഉണ്ടോ എന്നറിയാൻ അയാൾ ചാടി ജനലിൻ്റെ മുകളിലേക്ക് കയറും. അവിടെ ഇരുന്ന് നോക്കും. താഴെ എവിടെയെങ്കിലും ഒരു പക്ഷിയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പരിപാടി. രാവിലെ തുടങ്ങുന്ന ഈ പ്രവൃത്തി ഒരു 11-12 മണി വരെയും തുടരും. അതിനുശേഷം അല്പം വിശ്രമം, പിന്നെ ഒരു ഉറക്കം. എല്ലാ ദിവസവും ഇതാണ് പരിപാടി. കൂട്ടുകാരെ കാണാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. മാത്രമല്ല, എപ്പോഴും ഞാനും കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ പുറകെ നടന്നാണ് കിളികളെ കാണുക. പക്ഷി ഗവേഷകനാണെന്നാണ് സ്വയം ഭാവിക്കുന്നത്. പക്ഷേ കയ്യിൽ കിട്ടിയാൽ അടിച്ച് താഴെയിടും. വാവലുകളും വണ്ടുകളുമൊക്കെ പുള്ളിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. പക്ഷെ ഒരിക്കലും അതിനെ കഴിക്കാറില്ല. തല്ലി താഴെയിടുക, വീണ്ടും അതുമായിട്ട് കളിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ഓരോ ശബ്ദവും അയാൾ സശ്രദ്ധം കേട്ടിരിക്കും. എവിടെയാണുള്ളതെന്ന് നോക്കും. അവിടേക്കത് പാഞ്ഞു പോകും. അങ്ങനെ പോയി ഓരോ സ്ഥലത്തും കാത്തിരുന്ന് അവയെ കണ്ടെത്തി അവയുടെ കാര്യങ്ങൾ അന്വേഷിക്കലും അവയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തലുമാണ് മിലോയുടെ സ്ഥിരം പരിപാടി. ഇതാ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കാത്തിരിക്കുന്ന മറ്റാരെയുമല്ല, ഒരു അണ്ണാനെയാണ്. അണ്ണാനും കുയിലും പച്ചിലക്കുടുക്കയും ഇരട്ടവാലിനും അതുപോലെ തന്നെ മണ്ണാത്തിപ്പുള്ളും ഒക്കെ തന്നെ അവിടെ വരും. ചിലപ്പോൾ വാവലുകളുണ്ടായിരിക്കാം. അവയെ കാത്തിരുന്ന് കണ്ടുപിടിച്ച് അവയോട് കിന്നാരം പറയൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദമാണ്. എത്ര സമയം വേണമെങ്കിലും കാത്തിരിക്കും. ക്ഷമയോടെയുള്ള കാത്തിരിപ്പ് നോക്കുക. മരത്തിലെവിടെയോ ഒരു ചെറിയ അനക്കമുണ്ട്. ഇലകൾക്കിടയിൽ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്ന അണ്ണാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ പച്ചിലക്കുടുക്കയായിരിക്കാം. മുളക് പഴുക്കുന്ന കാലമാണ്, അതുകൊണ്ടൊരു പക്ഷേ മഞ്ഞപ്പക്ഷിയായിരിക്കാം, അല്ലെങ്കിൽ കറുത്ത തലയുള്ള ഗോൾഡൻ ഓറിയോളി ആയിരിക്കാം, ബ്ലാക്ക് ഹെഡഡ് ഗോൾഡൻ ഓറിയോളി, അല്ലെങ്കിൽ ഇരട്ടവാൽ. ഇത് അണ്ണാനാണ്. അണ്ണാൻ കൊടി ഇലകളുടെ ഇടയിൽ കൂടി മരത്തിൽ പാഞ്ഞു കയറുന്നുണ്ട്. അവൻ ചിലയ്ക്കുന്നുമുണ്ട്. അവനെ കണ്ടുകൂടി, പക്ഷേ പിടിക്കാൻ പറ്റുന്നില്ല. പിടിക്കാവുന്ന അകലത്തിലുമല്ലിരിക്കുന്നത്. അണ്ണാനും മിലോയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച. എത്ര സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് കാണുന്നത്. കൈനീട്ടി പിടിക്കാവുന്ന അകലത്തിലല്ല എന്ന് മിലോയ്ക്കറിയാം, അണ്ണാനും അറിയാം. അതുകൊണ്ട് തന്നെ അവരൊരു അകലം പാലിക്കുന്നു. യാതൊരു തിരക്കുമില്ല. അണ്ണാൻ്റെ ഭാഷ പറയുന്നു. മിലോ അത് സശ്രദ്ധം കേൾക്കുന്നുമുണ്ട്. ആ ആശയവിനിമയത്തിന് ഇടയ്ക്ക് മറ്റാർക്കും സ്ഥാനമില്ലല്ലോ. അണ്ണാനുള്ള ഭയപ്പാടിലാണ്. കാരണം പൂച്ച അത്ര വിശ്വസിക്കാൻ കൊള്ളാവുന്ന കൂട്ടുകാരനല്ലെന്ന് അവനറിയാം. തരം കിട്ടിയാൽ അവൻ എത്തിപ്പിടിക്കും, ശാപ്പിടുകയും ചെയ്യും. പക്ഷേ ജീവൻ രക്ഷിക്കേണ്ട ഓരോ ജീവിക്കും അവൻ്റെ ജീവൻ വലുതാണല്ലോ. അത് മരത്തിലെവിടെയോ ഒളിച്ചു. ഇനി അടുത്ത എവിടെയെങ്കിലും ആയിരിക്കാം അവനെത്തുക. മിലോയ്ക്ക് നിരാശയായി. അവൻ തിരിഞ്ഞിരുന്നു. ഇനി എന്താണ് ചെയ്യുക? ആകെ കിട്ടിയൊരു കൂട്ടാണ് രാവിലെ. അവനും പോയി. ഇനി ഇപ്പോഴുള്ളത് കിളവനായ ഞാനാണ്. എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. ഇനി അടുത്ത പരിപാടി എന്താണെന്നുള്ളതായിരിക്കാം. വീണ്ടും താഴേക്കെത്തുന്നു. ഒരു ചെറിയ വിശ്രമം, ഒരു ഇടവേള. ഇനി വരിക പക്ഷികളോ
അല്ലെങ്കിൽ കുരുവിക്കുഞ്ഞുങ്ങളോ പച്ചിലക്കുടുക്കയോ ഒക്കെ ആയിരിക്കാം. അവൻ എവിടെയാണ് വരുന്നതെന്നറിയാം. മിലോ ആ സ്ഥാനത്തേക്ക് നോക്കിയിരിപ്പുണ്ട്. തീർച്ചയായിട്ടും അവിടെ എത്തും. അവയെ കാണാനും പറ്റും. അതുവരെ കാത്തിരുന്നേ മതിയാകും. ക്ഷമയാണല്ലോ ഏറ്റവും വലുത്. ഇടയ്ക്ക് അല്പം വിശ്രമത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥാനം നോക്കുക. പണിയായുധങ്ങൾ വച്ചിരിക്കുന്ന ഒരു ചെറിയ സ്ഥലം. അവിടെ അവൻ സ്വസ്ഥമായി ഇരിക്കുന്നുണ്ട്. ശബ്ദം കേൾക്കാൻ തുടങ്ങി. വീണ്ടും താഴേക്കും മുകളിലേക്കുമുള്ള യാത്ര. ഇനി കണ്ടുപിടിച്ചിട്ടേ ഉറക്കമുള്ളൂ എന്നായിരിക്കാം. ഇതാണെങ്കിലും വേണ്ടില്ല. പക്ഷിയുടെ ശബ്ദം വളരെ വേഗം തന്നെ പൂച്ചകൾക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷികളും ചെറുമൃഗങ്ങളും എല്ലാം അവയുടെ ചിറകിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ നടപ്പിൻ്റെ ശബ്ദമോ ഏതെങ്കിലും അവൻ്റെ ചെവിയിലെത്താതിരിക്കില്ല. ചെവി വട്ടം പിടിച്ച് ഓരോ ദിശകളിൽ ഇരിക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കാൻ പൂച്ചകൾക്ക് പ്രത്യേക കഴിവുണ്ട്. മിലോ അതിൽ വളരെ വിദഗ്ധനുമാണ്. ഒരു കാക്കത്തമ്പരാട്ടി അല്ലെങ്കിൽ മിമിക്രിക്കാരൻ പക്ഷി, ഡ്രോങ്കോ, റാക്കറ്റേൽ ഡ്രോങ്കോ എന്ന് നമുക്ക് പറയാം. മിമിക്രിക്കാരനാണ്. കിണറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ കുറച്ചുകൂടി അടുത്ത് വന്നു. ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. കറണ്ട് എടുക്കുന്ന ലൈനിലേക്ക് വന്ന് വളരെ നല്ല രീതിയിൽ ഒന്ന് പോസ് ചെയ്യുന്നു. അതും പൂച്ച കാണുന്നുണ്ട്. വളരെയേറെ അടുത്തൊന്നും വരാറില്ല. വളരെ കൗശലക്കാരനാണ്, ബുദ്ധിശാലിയുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പക്ഷികളുടെ പടം എടുക്കാൻ അത്ര എളുപ്പമല്ല. ക്യാമറ കണ്ടാൽ അവൻ ഓടും. കാക്കയേക്കാൾ കുറെ കൂടെ കൗശലം പിടിച്ചതാണ്. ഇതാ മാടത്തെ വന്നു. കിണറിൻ കരയിൽ അവൻ നടക്കുന്നു. താഴേക്ക് എത്തുന്നുണ്ട്. എല്ലാം നമ്മുടെ മിലോ നോക്കിക്കാണുന്നുണ്ട്. ഇതാ ചെസ്റ്റ്നട്ട് ഹെഡ് ബീ ഈറ്റർ അല്ലെങ്കിൽ നാട്ടുവേലിത്തത്തയും കാട്ടുവേലിത്തത്തയും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ഇനം നാട്ടുവേലിത്തത്ത. കാട്ടിലുള്ളത് കുറച്ചുകൂടെ വലുതാണ്. അവ കൂട്ടത്തോടെ പറന്നു വരും. തുമ്പികളെ പിടിക്കും. എവിടെ നിന്നാണോ പറന്നു പോയത് അവിടെ തന്നെ വീണ്ടും വരികയും ചെയ്യും. പ്രത്യേക സ്ഥാനങ്ങളും പ്രത്യേക രീതികളും അവയ്ക്കുണ്ട്. അവയുടെ പറക്കലും ഒരു പ്രത്യേക ശൈലിയിലാണ്. ഇടയ്ക്കിടയ്ക്ക് തൂവൽ മിനുക്കും. കമ്പിയിൽ ബാലൻസ് ചെയ്തിരിക്കും. അങ്ങനെ എവിടെയെങ്കിലും പറക്കുന്ന വണ്ടുകളോ തുമ്പികളോ ചെറിയ പറകളോ ഒക്കെയാണ് അവൻ്റെ ലക്ഷ്യം. അവ കണ്ടു കഴിഞ്ഞാൽ അവയെ പോയി പിടിക്കുകയും കൊണ്ടുവന്ന് കമ്പിയിലിരുന്ന് തിന്നുകയും ചെയ്യും. പറന്നു പോകുന്ന പറവകളാണ് അധികവും പിടിക്കുക. അതുപോലെ തന്നെ പുല്ലിലൊക്കെയുള്ള പുൽച്ചാടികളും മറ്റുമൊക്കെ ഇവൻ്റെ ഇഷ്ടഭക്ഷണമാണ്. കൂട്ടമായിട്ടാണ് നടക്കുക. 2ഉം 3ഉം കാണും. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടായിരിക്കും. മൺപൊത്തുകളിലാണ് കൂടുതലുണ്ടാക്കുക. സാധാരണയായി നാട്ടിൻപുറങ്ങളിലെ വലിയ കയ്യാലകളുടെ പൊത്തുകളിലോ അല്ലെങ്കിൽ ഇണ്ടികളിലോ ഒക്കെ ആയിട്ട് മണ്ണെടുത്ത അല്ലെങ്കിൽ വെട്ടി നിരത്തിയ ഭാഗത്തൊക്കെയായി അവൻ മാളങ്ങളുണ്ടാക്കി അതിലാണ് കൂട് വെക്കുക. ധാരാളം കൂടുകൾ ഒരു സ്ഥലത്ത് തന്നെ കാണും. കൂട്ടമായി ജീവിക്കുന്ന ഒരുതരം പക്ഷിയാണ്. ശാന്ത സ്വഭാവമാണ്. അവയുടെ പറക്കലും മറ്റു രീതികളും ഒക്കെ കൊണ്ട് തന്നെ അവയെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. മിലോ താഴെ ഇരിപ്പുണ്ട്. അവൻ്റെ കൺവട്ടത്ത് തന്നെയാണ് ഈ പക്ഷികളൊക്കെ ഇരിക്കുന്നത്. വളരെ മനോഹരമാണ് ഈ പക്ഷികൾ. അതുപോലെ അവരുടെ ചേഷ്ടകളും വളരെ രസകരമാണ്. ഈ ആൺപെൺ പക്ഷികളെ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം. അവയുടെ നിറത്തിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ പക്ഷികളെ ആണും പെണ്ണും പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. ഇതാ ത്രഷ് വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ്. ഏകദേശം ഒരു പ്രാവിനോളം വലിപ്പം വരും. വീണ്ടും ചെസ്റ്റ്നട്ട് ബീ ഈറ്റർ കമ്പിയിലേക്ക് വന്നിരിക്കുന്നു. എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാണ് പടമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പക്ഷികളെ കാണാതെ പടമെടുക്കാനും കഴിയും. ക്യാമറകളും മറ്റു കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പക്ഷികൾ വളരെ വേഗം തന്നെ അവിടെ നിന്ന് പറന്നു പോവുകയും ചെയ്യും. ശബ്ദമുണ്ടാക്കാതെയാണ് ഇത് ചെയ്യുന്നത്. ഇതാ ജാതിയുടെ മുകളിലിരിക്കുന്ന പക്ഷി അപൂർവമായതാണ്. കൂട്ടത്തോടെയാണ് ഇവയെ സഞ്ചരിക്കുക. പക്ഷേ ഇവയുടെ എണ്ണം വളരെ കുറവാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒരു പെയറായിട്ട് സഞ്ചരിക്കുന്നതാണ് അധികവും. അല്ലെങ്കിൽ കൂട്ടങ്ങളായിട്ട്. കരികലമ്പഴ പോലെ തന്നെ ഇതിൻ്റെ ശരീരത്തെ വർണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ തല കുറച്ച് വെളുപ്പുണ്ട്. പക്ഷേ കരികലപ്പട പക്ഷിയേക്കാൾ കുറച്ചുകൂടെ വലുതുമാണ്.